യേശുവിൻ നാമത്തിൽ ആരാധന, രാജാതിരാജാവിൻ ആരാധന. എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ, പാടുന്നു ഞാനങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയിൻ കരത്താൽ നീ കാക്കുന്നവൻ, പുതുവഴി ഒരുക്കി നീ കരുതുന്നവൻ, ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ, വീഴാതെ എന്നെന്നും കാക്കുന്നവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങേക്കു തുല്യനായി ആരും ഇല്ല, അങ്ങല്ലാതെ ദൈവമില്ല. അങ്ങയെ മാത്രം ഞാൻ വണങ്ങിയിടുന്നേ, നീയാണെൻ ദൈവമേ എൻ പിതാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാതിരാജാവിൻ ആരാധന. എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ, പാടുന്നു ഞാനങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 19 മുതൽ അങ്ങോട്ട് വായിക്കാം. എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവ് നാമം ഉച്ചരിക്കുന്നവൻ എല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര. അടുത്തവരെ. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാം ഓരോ പാത്രങ്ങളാണ്. നമ്മൾ തീരുമാനിച്ച് ദൈവത്തോട് പറയണം, കർത്താവ് ഈ കാര്യത്തിന് ഇനി ഈ ശരീരവും മനസ്സും ചിന്തയും വിചാരവും ബുദ്ധിയും ഒന്നും ഇല്ല, ഞാൻ അങ്ങേക്ക് തരാൻ ഒരുക്കമാണ്. അപ്പം ആ പാത്രത്തെ എന്തിനായിട്ട് ഉപയോഗിക്കും? മാനപാത്രമായിട്ട് ഉപയോഗിക്കും. ഒരു മാന്യതയുള്ള പാത്രമേ ഉള്ളൂ സ്വർഗത്തിലെ ദൈവം. അത് കയ്യിലെടുക്കണമെങ്കിൽ നമ്മൾ ഹീന കാര്യത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല. ഹല്ലേലൂയ. ഹീനമായിട്ട് സംസാരിക്കാനോ നെഗറ്റീവ് വാക്കുകൾ സംസാരിക്കാനോ ഒരു സ്വത്ര നിരുത്സാഹത്തിൻ്റെ വാക്കുകൾ സംസാരിക്കല്ലേ. എപ്പോഴും പോസിറ്റീവായിട്ട് എന്ത് ചെയ്യണം?
സംസാരിക്കണം. ഒരു പ്രശ്നത്തിൽ കിടക്കുന്ന ആളുടെ അടുക്കൽ എത്തുമ്പോഴും പോസിറ്റീവായിട്ട് വേണം പറയാൻ. അയാൾ ശ്വാസം പോയില്ല എന്നിരിക്കുകയാണ്, ഇപ്പം മരിക്കുമെന്നല്ല പറയണ്ട, പിന്നെ എന്താ? യേശു ഈ മരണത്തിൻ്റെ അവസ്ഥയിൽ നീക്കുപോക്ക് കൊടുക്കാൻ യേശു വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കൊണ്ട് കഴിയാത്തത് ഒന്നും ഇല്ല. ഈ പ്രശ്നത്തെ മാറ്റുവാനും യേശുവും വലിയവനാണ്. തീയിൽ കൂടെ തീയല്ല കോരിയിടേണ്ടത്, പിന്നെയോ തീയുടെ നടുവിൽ ഇറങ്ങി നിന്ന് പറയണം, സ്തോത്രം, ഇതിൽ തീരുമെന്നല്ല പറയേണ്ടത്, ഇതിനകത്തും യേശു വന്നാൽ വിടുതലുണ്ട്, ഇതിനകത്ത് യേശു വന്നാൽ അത്ഭുതമുണ്ട്, ഇതിനകത്ത് യേശു വന്നാൽ അതിശയം ഉണ്ട്. അപ്പോൾ വീടുണ്ട്, വലിയ വീടാണ്, അതിനൊരുപാട് സാധനങ്ങളുണ്ട്. ചിലത് മാന്യതയ്ക്ക് വേണ്ടി ഉപയോഗിക്കും, ചിലത് ഹീനത്തിന് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഏറ്റവും ചില നല്ല വിലപിടിപ്പുള്ള പാത്രങ്ങൾ മറ്റു പലതിനും ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ? പക്ഷെ അവർക്ക് അറിയത്തില്ല പാത്രം വിലപിടിപ്പുള്ളതാണ്, പക്ഷേ ആ പാത്രം ഉപയോഗിക്കുന്ന പലപ്പോഴും ഹീനകാര്യത്തിനായിരിക്കും. ഇന്നും നമ്മൾ വിലപിടിപ്പുള്ള പാത്രങ്ങളാണ്, ക്രിസ്തു വസിക്കാൻ ആഗ്രഹിക്കുന്ന പാത്രങ്ങളാണ്, ക്രിസ്തു ഇരുന്ന് ക്രിസ്തുവിനായിട്ട് നടത്തേണ്ട പാത്രങ്ങളാണ് നമ്മൾ. പക്ഷേ ഹീനകാര്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മാന്യനാകുന്ന, ആ നിർദോഷനാകുന്ന, ആ നിഷ്കളങ്കനാകുന്ന, ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന, ആ നിർമ്മലനാകുന്ന യേശുവിന് ഇരിക്കാൻ പറ്റത്തില്ല. നിർമ്മലൻ, നിർദോഷൻ, പാപത്തോട് വേർപെട്ടവൻ ഈ കർത്താവിന് ഇരിക്കണമെങ്കിൽ ഞാനെന്ന പാത്രം മാനപാത്രമായിരിക്കണം. മാന്യകാര്യത്തിനേ ഉപയോഗിക്കാവൂ. അപമാനത്തിനൊരു സംസാരം പോലും, ഇന്ന് രാവിലെ ധ്യാനിച്ച മുഴുവൻ സംഖ്യാ പുസ്തകത്തിലെ ലേവ്യറിലുള്ളതും പുതിയ നിയമമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്. കാതിൻ്റെ വിശുദ്ധീകരണം, കൈയുടെ വിശുദ്ധീകരണം. പഴയ നിയമകാലത്ത് പുരോഹിതന്മാരെ വിശുദ്ധീകരിച്ചത് എങ്ങനെ, ഈ പുതിയ നിയമകാലത്ത് ക്രിസ്തു യേശു തൻ്റെ സഭയെ വിശുദ്ധീകരിക്കുന്നത് എങ്ങനെ, ഇതാണ് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. കാതിൽ വിശുദ്ധീകരിക്കും, അല്ലെങ്കിൽ കണ്ണ് വിശുദ്ധീകരിക്കും, കൈ വിരലുകൾ വിശുദ്ധീകരിക്കും, കാൽ വിരലുകൾ വിശുദ്ധീകരിക്കും. എന്തിനു വേണ്ടി കാൽ വിരലുകൾ വിശുദ്ധീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ ക്രിസ്തു യേശുവിൻ്റെ പാതയിൽ മാത്രം സഞ്ചരിക്കുന്ന കാലുകളാക്കും. കൈ വിരലുകൾ ക്രിസ്തുവിന് വേണ്ടി മാത്രം പ്രയോജനപ്പെടുന്ന പാപം ചെയ്യാത്ത വിരലുകൾ, പാപം ചെയ്യാത്ത കൈകൾ, പാപത്തിലേക്ക് പോകാത്ത കൈകൾ. ക്രിസ്തു യേശുവിൻ്റെ ആഗ്രഹം ഇതാണ്. ഹല്ലേലൂയ. ആമേൻ. കാതുകളിൽ യേശുവിൻ്റെ രക്തം പുരട്ടും. എന്തിനു വേണ്ടിയാണ് രക്തം പുരട്ടുന്നത്? ഏത് സാഹചര്യങ്ങൾക്കകത്ത് ഏത് പന്ന വാക്കുകൾ കേൾക്കുന്നിടത്ത് ഒരുപക്ഷെ നമ്മൾ പോകേണ്ടി വരും. എന്നാൽ രക്തമുണ്ടെങ്കിൽ പന്ന വാക്കിനെ അരിച്ച് പുറത്ത് തള്ളിയിട്ട്, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? രക്തം അരിപ്പായിട്ട് അവിടെ ഉണ്ടെങ്കിൽ പന്ന അങ്ങ് മാറ്റിയിട്ട് നല്ലത് മാത്രം അവിടെ കേൾക്കും, ബാക്കി അവിടെ അടപ്പെടും. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? നമ്മളിവിടെ പോയാലും എല്ലാ കാര്യവും കേൾക്കത്തില്ലേ? എല്ലാ കാര്യവും കേൾക്കും. പഴയ നിയമത്തിൽ സ്തോത്രം, കർത്താവിന് വേണ്ടി നിൽക്കുന്നവർ അശുദ്ധരെ തൊടാൻ പാടില്ല. സ്തോത്രം. മരിച്ചത് ആരായാലും അശുദ്ധനാണെങ്കിൽ അയാളെ തൊടാൻ പാടില്ല. തൊട്ടാൽ ഇവിടെ ശുശ്രൂഷയ്ക്ക് പോകാൻ. ഇതിനെല്ലാം പുതിയ നിയമത്തിൽ അർത്ഥമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ മൊത്തത്തെ ധ്യാനവും ഇന്നലെ ഇടയ്ക്കുള്ള ധ്യാനമൊക്കെ ഇതായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയാം സഹോദരങ്ങളെ, സ്തോത്രം, അപ്പോഴാണ് മനസ്സിലായത് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട. നീയോ എൻ്റെ പിന്നാലെ വാ. നിന്നെ വിളിച്ചത് മരിച്ചവനെ കുഴിച്ചിടാനല്ല. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആത്മീയമായി മരിച്ചവൻ, പാപത്തിൽ മരിച്ചവൻ, വിശ്വാസത്തിൽ തകർന്നവൻ, അവിശ്വാസത്തിൻ്റെ വാക്ക് മാത്രം പറയുവൻ, പാപം മാത്രം ചിന്തിക്കുന്നവൻ, പാപം മാത്രം ചെയ്യുന്നവൻ, ഒരു ജഡീകൻ, ഒരു പ്രാകൃതൻ. അവൻ്റെ കാര്യത്തിൽ കൂടെ നീ നോക്കേണ്ട കാര്യമില്ല. അതിനകത്ത് കയറി നീ സംസാരിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് നീ കയറി നീ ചിന്തിക്കേണ്ട കാര്യമില്ല. നീയോ വിശുദ്ധ പൈതലാകയാൽ എൻ്റെ പിന്നാലെ മാത്രമാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് ആഴമുണ്ട്. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ പൈതൽ എപ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ആയിരിക്കണം. കർത്താവാകുന്ന വിശുദ്ധൻ എൻ്റെ അകത്തിരിക്കണമെങ്കിൽ ആ പാത്രം പിന്നെ ഹീനകാര്യത്തിന് ഉപയോഗിക്കില്ല. ആ പാത്രം പിന്നെ കോരേണ്ടതേ കോരാവൂ. ആ പാത്രം പിന്നെ ഉപയോഗിക്കേണ്ടതേ ഉപയോഗിക്കാവൂ. ആ പാത്രം പിന്നെ കയ്യിൽ എടുക്കേണ്ടവരെ എടുക്കാവൂ. ആ പാത്രം തകരാൻ വിട്ടുകൊടുക്കല്ല്. ആ പാത്രത്തിൽ അശുദ്ധി വരാൻ വിട്ടുകൊടുക്കല്ല്. ആ പാത്രത്തിൽ ഹീനകാര്യം ചെയ്യാൻ വിട്ടുകൊടുക്കല്ല്. ആ പാത്രം ഹീനകാര്യം കാണാൻ വിടല്ല്, കേൾക്കാൻ വിടല്ല്, നടക്കാൻ വിടല്ല്, തൊടാൻ വിടല്ല്, നിറയാൻ വിടരുത്, ആലോചിക്കാൻ വിടരുത്, ചിന്തിക്കാൻ വിടരുത്, പ്രവർത്തിക്കാൻ വിടരുത്. ആ പാത്രം എപ്പോഴും മാന്യമായിരിക്കണം. ഹല്ലേലൂയ.
നിങ്ങൾ നോക്കിക്കേ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ആമേ സ്തോത്രം വായിക്കുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒറ്റ ദിവസം മുഴുവനും നമുക്ക് ദൈവം തന്നൊരു വചനമാണേത്. ദൈവദാസ ഒരു മനുഷ്യനെ ദൈവം തൊട്ട് മെനഞ്ഞ് പണിത് കർത്താവിൻ്റെതാക്കി മാറ്റി. അവസാനം മരണം കൊണ്ട് മരണം കൊണ്ട് ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് യേശുക്രിസ്തു പ്രവചിച്ച പ്രവചനം അതുപോലെ അക്ഷരാർത്ഥത്തിൽ നിറവേറുന്ന ഒരു ആലോചന ദൈവം നമുക്ക് തരാനായിട്ട് ഇടയായിത്തീർന്നു. നമുക്കറിയാം, നമ്മൾ കേട്ടു മനസ്സിലാക്കി. എന്നാൽ ആ മനുഷ്യനെ നോക്കി കഴിവില്ല, പഠിത്തമില്ല, വേറെ ഒരു ജ്ഞാനവും അറിവില്ല. അറിയാമെന്നുള്ള ഒരേ ഒരു അറിവേ ഉള്ളൂ. മീൻ പിടിക്കാൻ അറിയാം, വല കഴുകാൻ അറിയാം, വെള്ളം ഓടിക്കാൻ അറിയാം, സ്തോത്രം. പിന്നെ ഇതൊക്കെ അയാൾക്ക് അറിയത്തുള്ളൂ. പക്ഷേ എന്നാൽ ഇപ്പോൾ ഇതാ സ്തോത്രം, ഇത്രയും പേർ അറിവുള്ളവർ ജ്ഞാനമുള്ളവരുടെ നടുവിൽ ചാടി എഴുന്നേറ്റ് പ്രസംഗിക്കുക മാത്രമല്ല, ആ പാത്രം ഹീന കാര്യം വിട്ട് മാന കാര്യത്തിന് വേണ്ടി വിട്ടുകൊടുത്തപ്പോൾ ആ പാത്രത്തിൽ നിർദോഷൻ, നിഷ്കളങ്കൻ, പാപത്തോട് വേർപെട്ടവൻ, ഇറങ്ങി നിർമ്മലൻ, ഞാൻ മാത്രം കർത്താവെന്ന് പറഞ്ഞവൻ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പത്രോസ് ആകുന്ന പണ്ടത്തെ ഹീനപാത്രം ഇന്ന് മാനപാത്രമായി. ആമേൻ. ഏത് വൻമലയ്ക്കൊക്കെ പുറത്തായിരുന്നാലും യേശു ഇറങ്ങിയാൽ കർത്താവ് പറയും, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ. എങ്ങനെ ഏത് കൊടുങ്കാട്ടിനകത്തും, ഏത് മുൾപ്പടർപ്പിനകത്തും, ഏത് പ്രതിസന്ധിക്കകത്തും യേശു ഇറങ്ങിയാൽ ആ സ്ഥലം വിശുദ്ധമാണ്. യേശു ഇറങ്ങുന്ന സ്ഥലം വിശുദ്ധമാണ്. അതുകൊണ്ടാണ് മോശയോട് പറഞ്ഞത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ നോക്കുമ്പോൾ കാടാണ്, നമ്മൾ നോക്കുമ്പോൾ വനങ്ങളാണ്, നമ്മൾ നോക്കുമ്പോൾ മുള്ളും പറക്കാരം നിറഞ്ഞ സ്ഥലമാണ്, നമ്മൾ നോക്കുമ്പോൾ ഒരു ഇതുമില്ലാത്ത സ്ഥലമാണ്. പക്ഷെ ദൈവം ഇറങ്ങി നിന്നതുകൊണ്ട് ആ സ്ഥലത്തിന് മുള്ളല്ല പ്രധാനം, നിൽക്കുന്നവൻ്റെ വിശുദ്ധി. എത്രവർക്ക് വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ, എത്രവർക്ക് ഇത് മനസ്സിലാകുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയാം, മോശയോട് പറഞ്ഞ് നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാ. നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക. നീ നിൽക്കുന്ന സ്ഥലം ഏത് ഭൂമിയാണ്? വിശുദ്ധ ഭൂമിയാണ്. അർത്ഥം, മാനകാര്യത്തിന് വേണ്ടി ഒരു പാത്രം വിട്ടുകൊടുത്താൽ ആ പാത്രം അനുഗ്രഹത്തിന്റെ പാത്രമാണ്. ആ പാത്രം പിന്നെ ക്രിസ്തുവിനെ മാത്രം, ക്രിസ്തുവിലുള്ളത് മാത്രം. ആമേൻ. ആ പാത്രം ആ ക്രിസ്തു ഇരിക്കുന്ന പാത്രം മാനകാര്യത്തിന് മാത്രം. അപമാനത്തിന്റെ വാക്കല്ല, നെഗറ്റീവ് വാക്കല്ല, അശുദ്ധിയുടെ വാക്കല്ല, അശുദ്ധിയുടെ യാത്ര ആ പാത്രത്തിനില്ല, അശുദ്ധിയുടെ നടപ്പ് ആ പാത്രത്തിനില്ല, അശുദ്ധിയുടെ ചിന്ത ആ പാത്രത്തിനില്ല, അശുദ്ധിയുടെ വിചാരം ആ പാത്രത്തിലില്ല. അശുദ്ധി ആ പാത്രം കേൾക്കത്തില്ല. ആ പാത്രം അശുദ്ധി വിട്ട് ഓടിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഓരോ സമയം തിളങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ പാത്രം ഹീനപാത്രമായിരുന്നത് മാനപാത്രമായി മാറിയപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടുക മാത്രമല്ല, സ്തോത്രം, നടന്നു പോയാൽ മതി, നിഴൽ തട്ടിയാൽ മതി, തൊടണ്ട. അയാൾ പോകുന്നതിന് വഴിയിൽ കരയിൽ രോഗികളെ കൊണ്ട് കിടത്തിയാൽ മതി, മരിച്ചവരെ കൊണ്ട് കിടത്തിയാൽ മതി. കാരണം ആ പാത്രത്തിൽ വിശുദ്ധൻ നിറഞ്ഞപ്പോൾ, സത്യവനും വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ ഉള്ളവനുമാകുന്ന യേശു ക്രിസ്തു ആ പാത്രത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പാത്രം തൊടണ്ട, ആ പാത്രം വേറെ ഒന്നും ചെയ്യണ്ട. ആ പാത്രം നടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി നിഴലിലൂടെ തന്നെ സൗഖ്യം കൊടുത്ത്. ജീസസ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എവിടെയെല്ലാം ദൈവത്തിന്റെ മഹത്വമാകണമോ അവിടെയെല്ലാം ആ മനുഷ്യന്റെ മഹത്വം അല്ല അവിടെ നോക്കിയത്, ദൈവ മഹത്വമായി മാറി. ഒരിടത്ത് പോലും അയാൾ മഹത്വം എടുത്തില്ല. ഓരോ സ്ഥലത്തും അയാൾ തകർന്നുകൊണ്ടിരുന്നു. ക്രിസ്തു യേശു നിറഞ്ഞുകൊണ്ടിരുന്നു, ക്രിസ്തു യേശു ഒഴുകിക്കൊണ്ടിരുന്നു. എല്ലായിടത്തും ദൈവം ചെയ്യിക്കേണ്ടത് ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 5 വരുമ്പോൾ ആത്മാവിൻ്റെ ആഴങ്ങളെ വെളിപ്പെടുത്താൻ തുടങ്ങി. കള്ളത്തനം പൊട്ടിച്ച് വെളിയിൽ കൊണ്ടുവന്നു. അനന്യാസ് സഫീറയും ചെയ്ത പാപത്തിൻ്റെ പ്രവൃത്തി എന്തെന്ന് വ്യക്തവും സ്പഷ്ടവുമായി ആ മാനപാത്രത്തിനകത്തിരുന്ന മാന്യതയുള്ള ദൈവം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ പാത്രം ഇനി ഹീനകാര്യത്തിനല്ല, പിന്നെ ഏത് പാത്രം? ഞാനെന്ന്, നിങ്ങളെന്ന്. ആ പാത്രം ഹീനതയുടെ നടുവിലല്ല ഇരിക്കേണ്ടത്, അശുദ്ധിയുടെ നടുവിലല്ല, പാപത്തിൻ്റെ നടുവിലല്ല. ഹല്ലേലൂയ. ആമേൻ. പാപം നിറഞ്ഞ സ്ഥലത്തുമല്ല, അശുദ്ധി നിറഞ്ഞ സ്ഥലത്തുമല്ല, കപടം നിറഞ്ഞ സ്ഥലത്തുമല്ല. സ്തോത്രം. ലോകത്തിൻ്റെ ഇരുട്ടിൻ്റെ ശക്തി നിറഞ്ഞ സ്ഥലത്തുമല്ല. പിന്നെ എവിടെ ഇരിക്കണം? യേശു ഇരിക്കുന്ന സ്ഥലത്ത്. ഹല്ലേലൂയ. എപ്പോഴും യേശു കർത്താവിനോട് കൂടെ തന്നെ ആ പാത്രമായിരിക്കും. ആ പാത്രത്തിൽ കർത്താവ് വിട്ടുമാറിപ്പോകത്തില്ല. ഹല്ലേലൂയ. തീമോഥെയോസിന്റെ ലേഖനം ഒന്നുകൂടെ വായിച്ചേ. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. തൊട്ട് മുമ്പ് ഒന്നുകൂടെ നേരത്തെ വായിച്ചു തുടങ്ങിയ
19. വായിച്ചേ. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. അടുത്ത് കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയും. അറിഞ്ഞിട്ട് അവരെ വിട്ട് മാറൂല. കണ്ടോ? അപ്പോ അവർ മുദ്രയുണ്ട്. വായിച്ചേ. അറിയുന്നു എന്നും കർത്താവിന് നാമം ഉച്ചരിക്കുന്നവൻ എല്ലാം അനീതി വിട്ടകന്നു കൊള്ളട്ടെ എന്നും ആകുന്നു അതിന്റെ മുദ്ര. കണ്ടോ? അനീതി ചെയ്യാൻ പറ്റത്തില്ല. ഒരു മുദ്രയുണ്ട്. ആ പാത്രം ഇനി നീതിയുടെ നീതിമാനാകുന്ന യേശുക്രിസ്തു ഇരിക്കുന്ന പാത്രമാണ്. ആ പാത്രം ഇനി എന്തിനേ പോകാവൂ? ക്രിസ്തു യേശു ആഗ്രഹിക്കുന്ന നിലവാരത്തിലേ പോകാവൂ. ഹല്ലേലൂയ. മറ്റൊന്നിലും പോകാൻ പാടില്ല. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. അപ്പോ ഒരു വീട്ടിൽ പാത്രങ്ങളുണ്ടല്ലേ? പല രീതിയിലുള്ള പാത്രങ്ങളുണ്ട്. വായിച്ചേ. കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, മണവാട്ടി തന്നെത്താൻ ഒരുക്കി. ഇവിടെ വായിച്ച വരി. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ. ഒന്ന് വിശുദ്ധമാണ്, പിന്നെ അതിന്റെ ഉടമസ്ഥനെ ഉപയോഗവുമായി നല്ല വേലക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ആർക്കൊക്കെ ആഗ്രഹമുണ്ട് നല്ല വേലയ്ക്ക്? എനിക്ക് നല്ല വേല ചെയ്യണം, അത് യേശുവിൻ്റെ വേലയായിരിക്കണം, യേശുവിനായിട്ട് നിൽക്കണം. സ്തോത്രം. പക്ഷെ ആ പാത്രം എങ്ങനെ ഇരിക്കും? ഇതായിരിക്കും. ആ പാത്രത്തെ കണ്ടറിയാം, അത് എപ്പോഴും പാപത്തെ വിട്ട് മാറി ജയിച്ചുകൊണ്ടേയിരിക്കും. ആ പാത്രം പിന്നെ ഹീനകാര്യത്തിന് ഒന്നുകൂടെ വായിച്ച വരി. ഇപ്പൊ വായിച്ച വരി. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്ന. തന്നെത്താൻ പാപത്തിലേക്ക് പോകേണ്ട സാഹചര്യങ്ങളെല്ലാം വരും. ഒരു വിശുദ്ധ പൈതലിനെ തകർക്കാൻ കഴിയത്തില്ല. എൻ്റെ കർത്താവ് ഈ പാത്രത്തിൽ നിറഞ്ഞാൽ പൈതലേ, ഈ പാത്രം മാനപാത്രമാണ്. അപ്പം നിറയണം. അപ്പൻ മാന്യനാ, അപ്പൻ നീതിമാനാ, അപ്പൻ നിർമ്മലനാ, അപ്പൻ പരിശുദ്ധനാ, അപ്പൻ പാപത്തോട് വേർപെട്ടവനാ, അപ്പനെ പോലെ നിർമ്മലൻ, അപ്പൻ സൽഗുണപൂർണനാണ്, അപ്പനെ പോലെ ഒരു ദൈവം ഇല്ല. തത്വത്തിൽ മുദ്രയായ രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ദാവീദിൻ്റെ വേരായവൻ, പുസ്തകം തുറപ്പാൻ യോഗ്യൻ, മുദ്രകൾ പൊട്ടിപ്പാൻ യോഗ്യൻ, എല്ലായിടത്തും നിൽക്കുവാൻ യോഗ്യൻ, എല്ലായിടത്തും പറയുവാൻ യോഗ്യൻ, പകരം വയ്ക്കാൻ ഇതുപോലെ ആരുമില്ല. ഈ ഒരപ്പൻ നിറയുന്ന പാത്രമാണ് നമ്മുടെ പാത്രമെങ്കിൽ ഹല്ലേലൂയ. നമ്മൾ തീരുമാനിക്കണം എന്തിനു വേണ്ടിയാണ് ഈ പാത്രം. ഒന്നുകൂടെ വായിച്ചേ. അങ്ങനെ ഒരു വ്യക്തിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഇന്ന് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മുഴുവനും വന്ന വരികൾ എന്തോന്നാണ്? കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവിടെയാണ്. ആഗ്രഹം വരുമ്പോഴാണ് പിടിക്കുന്നത്. പിടിച്ച് കൊണ്ടുവന്നിട്ട് ചിലതൊക്കെ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞ പഴയ നിയമത്തിൽ ഞാൻ ധ്യാനിച്ചെന്ന്. കൊണ്ടുവന്നിട്ട് ചിലത് ചെയ്യും. ചെയ്ത് പുതിയ നിയമത്തിൻ്റെ വെളിപ്പാടിലേക്ക് വരും. അവിടെ വന്ന് പഴയ നിയമം പുതിയ നിയമം വെച്ചത് ധ്യാനിക്കുമ്പോഴാണ് കത്തുന്നത് തീ. ധ്യാനത്തിങ്കൽ തീ കത്തും. ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം. അപ്പോൾ അങ്ങനെ ഒരാൾ ആഗ്രഹിക്കുമ്പോൾ അത് ആഗ്രഹിക്കണം. എന്തിനു വേണ്ടി? ഞാൻ മാനപാത്രമാണോ? ഈ പാത്രം മാന്യതയ്ക്ക് ഉപയോഗിക്കണമോ? ഹീനകാര്യത്തിന് ഉപയോഗിക്കണമോ? ഈ പാത്രം വിശുദ്ധമായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണമോ? ഈ പാത്രം അശുദ്ധ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണമോ? വിശുദ്ധമായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ ഈ പാത്രം എപ്പോഴും വെണ്മയുള്ളതായിരിക്കും, അശുദ്ധിയില്ല. അപ്പോൾ പത്രോസ് എന്ന പാത്രത്തെ കർത്താവ് അങ്ങോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ദൈവകൃപ ഒഴുകാൻ തുടങ്ങി. പോകുന്നിടത്തെല്ലാം ദൈവശക്തി ഇറങ്ങി. ആ മനുഷ്യൻ വലുതായെന്നല്ല, യേശു വലിയവനായി മാറി. യേശുവിൻ്റെ വലിപ്പം അനേകർക്ക് വെളിപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തി 5 വരുമ്പോൾ ആത്മാവ് ഇറങ്ങിച്ചെന്ന് കള്ളത്തനത്തെ വെളിപ്പെടുത്തി.
വെളിപ്പെടുത്തുക മാത്രമല്ല, സംഭവം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്വന്തം അത്രയ്ക്ക് ആത്മാവ് വ്യക്തമായിട്ട് അവിടെ ഇറങ്ങി, സ്പഷ്ടമായിട്ട് ഇറങ്ങി. അന്നത്തെ ആലയങ്ങൾക്കകത്ത് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ വെട്ടൊന്ന് തുണ്ടനായിട്ട് അടുത്ത വർഷത്തല്ല, അപ്പം നടക്കും. അങ്ങനെയായിരുന്നു അന്നത്തെ ആലയങ്ങൾ, ആരാധനാ സ്ഥലങ്ങൾ. അതുകൊണ്ട് ജനത്തിന് എന്തുണ്ടായിരുന്നു? പേടി. പറയുന്നില്ല, സത്യമായിരുന്നു. ഇന്ന് പറയുന്നൊന്നും കൂടുതലും അല്ലാത്തത് കൊണ്ടാണ് കുഴപ്പം പറ്റാത്തത്. അതാണ് പുതിയ നിയമത്തിലെ വാക്യമാണേത്. അപ്പോസ്തലപ്രവൃത്തി 5 വായിച്ചേ. ആർക്ക് സംഭവിക്കാണ്ടിരിക്കട്ടെ. എന്നാൽ അനന്യാസ് എന്ന് പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സബിരയോട് കൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരു അംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വയ്പ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അപ്പോ ഇതിന്റെ 3 കാര്യമാണ്. ഒന്ന് എന്തെന്നാ? ഒന്നുകൂടെ വായിച്ചേ. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു മാറ്റി വെച്ചു. അടുത്ത് ഒരു അംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അടുത്ത് അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം ഒന്ന് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. അടുത്ത് നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വയ്പ്പാനും കുറെ എടുത്ത് മാറ്റി വെച്ചു. അടുത്ത് സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? ഹൃദയം സാത്താൻ്റെതായി. സ്വത്രം. അപ്പൊ സാത്താൻ നമ്മുടെ ഹൃദയത്തെ പരിച്ച പലതും നടക്കും. അവൻ ഹൃദയത്തെ വശീകരിച്ച് പലതും ചെയ്യും. അന്ന് തീ പോലെ നിന്നു സഭ. ദൈവത്തിന് സ്വത്രം. വായിച്ച അടുത്ത വരി. അപ്പോസ്തലപ്രവൃത്തി വായിച്ചേ. അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? അന്ന് ആൾക്കാർക്കെല്ലാം പേടിയാ ഇത് കാണുമ്പോ. അടുത്ത് മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചതെന്ന്. ഇതൊക്കെ പറഞ്ഞു തീരുമ്പോ ആൾക്കാരെല്ലാം കത്തും. കാരണം അത് നടന്നുകൊണ്ടിരിക്കും സംഭവം. പറയും നടക്കും. അടുത്തവര് ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. പ്രാണൻ പോട്ടെ എന്നൊന്നും പറഞ്ഞില്ല. അർത്ഥത്തിൽ അവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ സഭ, അശുദ്ധിക്ക് കടന്നുകൂടാൻ പറ്റാത്ത, കള്ളത്തനത്തിന് കടന്നുകൂടാൻ പറ്റാത്ത, അങ്ങനെ എവിടെയെങ്കിലും 50 ആളുണ്ടെങ്കിൽ 50 പേരും എങ്ങനെയുള്ളവരായിരിക്കും? തികവുള്ള, നിറവുള്ള, കൃപയുള്ള, അഭിഷേകമുള്ള, ജയം പ്രാപിച്ച, ശക്തി പ്രാപിച്ച, ആത്മാവിൽ നിറഞ്ഞ. ജീസസ്. അവർ പോകുമ്പോൾ തന്നെ അഭിഷേകം ഇറങ്ങും. അവർ പോകുമ്പോൾ തന്നെ ദൈവമഹത്വമായിട്ട് മാറും. അവർക്ക് വേറെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ. അവർ പോയാൽ ഹല്ലേലൂയ ആൾക്കാർ പറയും ബെന്തക്കോസ് പോകുന്ന സത്യമായിരിക്കും. ഹല്ലേലൂയ. കെട്ടുകൾ പൊട്ടും, ബന്ധന അഴിയും, ദുർഭൂതം കത്തും, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇറങ്ങി ഓടും. ദേശത്ത് കാൽ ചവിട്ടുമ്പോൾ ദേശത്തിന്റെ അധിപതി കത്തും. കാരണം എന്താ? ഒരു വിശുദ്ധ പൈതലവൻ. ആ പൈതൽ നിറഞ്ഞു നിൽക്കുന്നത് യേശു ആകയാൽ, വചനത്തിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് ആകയാൽ, ക്രിസ്തുവിൽ നിറഞ്ഞു പോകുന്നത് ആകയാൽ, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ അവരിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ പറഞ്ഞിട്ടല്ല, അവർ കൽപ്പിച്ചിട്ടല്ല ഒന്നും നടക്കുന്നത്. കാരണം ക്രിസ്തു നിറഞ്ഞാൽ മതി. ഹല്ലേലൂയ. നിറയേണ്ടവണ്ണം നിറഞ്ഞാൽ മാത്രം മതി. ഒരു വാക്ക് പോലും മറുത്ത് പത്രോസ് വല്ലതും പറഞ്ഞതാണോ? നീ പോട്ടെ എന്ന് പറഞ്ഞതാണോ? അല്ല. എന്തിനെന്നേ ചോദിച്ചുള്ളൂ. പക്ഷെ മറുപടി അവിടെ വീണു. അന്ന് സഭയ്ക്ക് ഭയങ്കര പേടി, ഭയങ്കര ഭയം. വായിച്ചേ അവര് അങ്ങ് വായിച്ചു പോയേ. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയം ഉണ്ടായി. കണ്ടോ? ഇത് പറഞ്ഞത് സംഭവിച്ചു. ജനമെല്ലാം പേടിച്ച്. അപ്പൊ പിന്നെ പാപം ചെയ്യുമോ? അപ്പൊ പിന്നെ ആരാധന എങ്ങനെ ഇരിക്കും? ഇങ്ങനെ വന്നിരുന്ന് ഉറങ്ങുമെന്നാണോ? പിന്നെ മൂലയിലും എല്ലാം വന്നിരുന്ന് പതുക്കെ ബൈബിൾ എവിടെയെങ്കിലുമൊക്കെ കിണ്ടിയും കിളച്ചു ഇരിക്കുന്നതാണോ? പിന്നെ ദൂരെ വരുമ്പോഴേ ഒരു വിറയലോടെയാണ്. ദൈവത്തിന് സ്വന്തം. നമുക്ക് മനസ്സിലായോ? എസ്തർ പൊൻചെങ്കോൽ നീട്ടുമോ ഇല്ലയോ എന്നറിയാൻ എവിടെ പോയി? രാജാവിൻ്റെ അടുക്കൽ 3 ദിവസം ഉപവസിച്ചു പോയി. അവിടെ സത്യം പറഞ്ഞാൽ ചെങ്കോൽ നീട്ടില്ലെങ്കിൽ ആള് മരിക്കും. പക്ഷെ വിശ്വാസത്തോടെ എസ്തർ എന്ത് ചെയ്തു? പോയി. പൊൻചെങ്കോൾ. അനേകർ ചിന്തിച്ച് എന്ന് ഇവിടെ കാര്യം പോക്ക്. കാരണം ഈ രാജാവിൻ്റെ മുമ്പിൽ ആർക്കും പെട്ടെന്നൊന്നും പോകാൻ പാടില്ല. ചെങ്കോല് നീട്ടിയില്ലെങ്കിൽ പോക തന്നെ. പക്ഷെ കർത്താവ് അയാളെ കൊണ്ട് നീട്ടിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ സഹോദരി ദൈവത്തിന് ഇഷ്ടമായിരുന്നു. ആ സഹോദരി ക്രിസ്തുവിൽ നിറഞ്ഞു നിന്നു.
ആ പൈതൽ വീണ് കിടന്നതെല്ലാം യേശുവിൻ്റെ മുമ്പിൽ ആയിരുന്നു. അവരുടെ ഹൃദയത്തെ ദൈവം കണ്ടു. രാജാവ് നീട്ടിയില്ലെങ്കിലും കർത്താവ് നീട്ടിപ്പിക്കും. ഹല്ലേലൂയ, സ്തോത്രം. രാജാവ് വായിച്ചില്ലെങ്കിൽ അവൻ്റെ ഉറക്കത്തെ കെടുത്തിയിട്ട് ദിനവൃത്താന്തം എടുപ്പിക്കും. ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടിയാ ദിനവൃത്താന്തം എടുപ്പിച്ച്? മൂർത്തിക്കായ്ക്ക് വേണ്ടി. മനസ്സിലായോ? രാജാവേ, നീ അവിടെ ഒരാവശ്യമില്ലെങ്കിലും നീ രാത്രി ഉറക്കമില്ലാതെ ദിനവൃത്താന്തം എൻ്റെ ദൈവം നിന്നെ കൊണ്ട് എടുപ്പിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവം വിചാരിച്ചാൽ, ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവം ഒരാളിൽ പ്രസാദിച്ചാൽ അത് പ്രസാദിക്കണമെങ്കിൽ നമുക്കൊരു ദാഹം വേണം. എന്തോ ദാഹം വേണം? അപ്പച്ചാ, ഈ പാത്രം ഒരു ഹീനത്തിനല്ല, ഒരു മാന്യതയ്ക്ക് വേണ്ടി കൊടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം ഹീനകാര്യം കണ്ടാൽ നമുക്കറിയാം, ഒരുപാട് ഹീനകാര്യങ്ങൾ അറിയാം. അതിൽ നമ്മൾ രക്ഷപ്പെടാൻ നോക്കൂ. ഇനി അടുത്ത പുസ്തക പ്രവൃത്തി വായിച്ചേ ഒന്നുകൂടെ, അടുത്ത താഴോട്ട്. ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞു പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചത് ഒന്നും അറിയാതെ അകത്ത് വന്നു. പത്രോസ് അവളോട് ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ. കണ്ടോ ആത്മാവിനെ? അപ്പോ എന്റെ കർത്താവ് ചോദിക്കുന്ന, മക്കളെ, നിനക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ബാക്കി ദൈവം ചെയ്യും. ഒരു മാനപാത്രമായി മാറാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ദൈവം എന്ത് ചെയ്യും? ഉറപ്പായിട്ട് എന്നെ നിറയും. അതിന് വേറെ ഒരു സംശയവും ഇല്ല. ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയല്ല കർത്താവ് തൻ്റെ വേല വച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയല്ല. പഴയ നിയമത്തിനകത്ത് അതിനുവേണ്ടി പ്രത്യേകിച്ചൊരു വിഭാഗമുണ്ട്. ആരാ? സ്തോത്രം. ലേവ്യരുണ്ടായിരുന്നു. അവർ മാത്രമേ ശുശ്രൂഷ ചെയ്യൂ. അതുകൊണ്ട് ലേവ്യർക്ക് അവകാശവും കൊടുത്തില്ല. ബാക്കി എല്ലാ മക്കൾക്കും അവകാശം കൊടുത്തു. ലേവ്യർക്ക് ഒരു അവകാശവും കൊടുത്തില്ല. ലേവ്യർക്ക് മാത്രമേ ശുശ്രൂഷ ചെയ്യാവൂ. ശുശ്രൂഷയ്ക്കുള്ള അവകാശം ലേവ്യർക്ക് മാത്രം. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഏത് ഹീനപാത്രവും അപ്പനായി നിൽക്കാൻ ഒരുക്കമാണെങ്കിൽ അതിന് എൻ്റെ അപ്പനെടുത്ത്, നിങ്ങൾക്ക് മനസ്സിലായി, ആരും നോക്കത്തില്ല കർത്താവ്. ആഗ്രഹമുണ്ടോ? ഇഷ്ടമുണ്ടോ? നിന്നെ തൊടാൻ ദൈവശക്തൻ. ഹല്ലേലൂയ. പക്ഷെ ആ പാത്രം തന്നെത്താൻ എങ്ങനെ ആകുമെന്ന് അതിലുണ്ട്. ഇനി അപ്പോസ്തലപ്രവൃത്തി വായിച്ചിട്ട് ഇതിലോട്ട് പോരാം. വായിച്ച അത്രയും തീരട്ടെ. പത്രോസ് അവളോട് ഇത്രയ്ക്കു നിങ്ങൾ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു. അടുത്ത് അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ. നമ്മൾ സംസാരിക്കുമ്പോൾ കള്ള ഒന്നും ഇടയ്ക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് ഒന്നും പറയണ്ട. വേറെ ഒന്നും, ഒരു കള്ളവും വരാതെ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും സൂക്ഷിച്ചോൾ. അടുത്ത വരി. പത്രോസ് അവളോട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? കണ്ടോ, ആത്മാവിനെ പരീക്ഷിച്ചു. അടുത്ത് ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കൽ ഉണ്ട്, അവർ നിന്നെ പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ, മറ്റേതുപോലും പറഞ്ഞില്ല. അടുത്ത വരി. ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. അപ്പൊ ഈ ജനം പേടിക്കൂലേ? പാപം ഓടുവോ അതോ രക്ഷപ്പെടുവോ? കണ്ടോ, ഇത് പുതിയ നിയമസഭയിൽ നടന്ന കാര്യമാണ് പറഞ്ഞത്. ഇത് പണ്ട് നടന്ന പഴയ നിയമത്തെ കാലത്തിലല്ല, യേശുക്രിസ്തു വന്ന ശേഷമുള്ള കാര്യമാണ് പറഞ്ഞേ. യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്തു. അപ്പോസ്തലന്മാരുടെ കാലത്ത് പറഞ്ഞതാ, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കാലത്ത്. അപ്പോൾ സ്വത്രം കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നത്, എനിക്ക് എൻ്റെ അപ്പച്ചന് വേണ്ടി നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഏത് ഹീനപാത്രമായാലും ശരി, എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ദൈവം നോക്കും, ഉറപ്പാണ്. ഇനി തിമോഥെയോസ് വായിച്ചേ. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. കണ്ടോ, ഒരുങ്ങിയിരിക്കുക. കർത്താവ് എനിക്ക് അങ്ങേക്കായി ഇരിക്കണം. അപ്പോൾ മുകളിൽ കിടക്കുന്ന എല്ലാം വിട്ട് ആരെയും നോക്കുന്നില്ല. അവർ ദൈവം അവരും തമ്മിൽ മാത്രം. പാപത്തെ വിട്ട് പഴയ ഓരോ സ്വഭാവങ്ങളുണ്ടായിരുന്നു. സ്വഭാവങ്ങളെല്ലാം ദൈവഭാഗത്തിരുന്ന് വിട്ട് അവിടെ എല്ലാം കർത്താവിനെ നിറയാൻ വിട്ടുകൊടുത്തു. ആ കൃപ ഇറങ്ങാൻ വിട്ടുകൊടുത്തു. നമ്മളെ കൊണ്ടൊന്നും ഒരു പാപം ജയിക്കാൻ
കഴിയത്തില്ല. ദൈവത്തിനങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു, മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ കർത്താവ് അവിടെ എല്ലാം നിറയാൻ തുടങ്ങി. നിറഞ്ഞ് കർത്താവ് വലിയ അത്ഭുതങ്ങളെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ പറയുന്നു, ഒന്നുകൂടെ വായിച്ചാൽ വരി 2 വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ഇന്ന് ഇതിനകത്ത് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ ഇതെല്ലാം വിട്ടിട്ട് എൻ്റെ അപ്പൻ്റെ പാത്രമായി കർത്താവിൻ്റെ പാത്രമാകണം? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആഗ്രഹമുള്ളവരെല്ലാവരും ഇന്ന് എന്ത് ചെയ്യും? യേശുപ്പച്ച നിറച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ തൊട്ട് താഴത്തെ വാക്യം കൂടെ വായിച്ചു പോയേ. യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും. പാത്രം കണ്ടോ? പാത്രത്തിൻ്റെ ഗുണം. യൗവനക്കാരനാണെങ്കിൽ ആ മോഹം എല്ലാം എന്ത് ചെയ്യും? ഓടും. മനസ്സിലായോ? അടുത്ത് വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കും. കണ്ടോ? ഇതെല്ലാം ആ മാനപാത്രത്തിനുള്ളതാണ്. ലേഖനങ്ങളെല്ലാം മാനപാത്രങ്ങളിലുള്ളതാണ്. മാനപാത്രം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെല്ലാം ആർക്കുള്ളതാ? എല്ലാം മാനപാത്രത്തിനുള്ളതാ. മാനപാത്രം ഈ വചനത്തിനകത്തൂടെ കയറി ഇറങ്ങി പൊട്ടിപ്പൊളിഞ്ഞ് പാകമായി എൻ്റെ അപ്പൻ്റെ അനുഗ്രഹത്തിൻ്റെ പാത്രമായി വെളി വരും. കൊരിന്ത്യർക്കുള്ള ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് 2 കൊരിന്ത്യർക്കുള്ള ലേഖനം, എല്ലാവർക്കും ആ വാക്യങ്ങളൊക്കെ അറിയുന്നുള്ളതാണ്. 2 കൊരിന്ത്യർക്കുള്ള ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ സ്തോത്രം 4-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ വായിച്ചേ. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകുകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ. അപ്പോൾ മാനകാര്യത്തിന് ഉപയോഗിക്കുന്ന പാത്രത്തെ കർത്താവ് തൊടും. പക്ഷെ കർത്താവിൻ്റെ കൃപയാലാണ്. നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവോ ഒന്നും കൊണ്ടല്ല. ഒന്നുകൂടെ വായിച്ച. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട്, കരുണയാലാണ്, കൃപയാലാണ് നമ്മൾ ഓരോന്നും ചെയ്യിപ്പിക്കുന്നത്. അത് നമ്മുടെ മിടുക്കോ നമ്മുടെ ശക്തിയോ നമ്മുടെ അറിവോ നമ്മുടെ പ്രാഗൽഭ്യമോ അല്ല. ബൈബിൾ കോളേജിൽ പോകുന്നത് നല്ലതാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം, സ്തോത്രം, ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കാം. പക്ഷേ ആത്മാവിലുള്ള മെസ്സേജാണ് മെസ്സേജ്. സ്തോത്രം. നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാം, മനസ്സിലാക്കാം. പക്ഷെ ആത്മാവ് ചിലത് പഠിപ്പിച്ചാൽ അതിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ബൈബിൾ കോളേജിൽ പോയില്ലെങ്കിൽ ദേശം അംഗീകരിക്കത്തില്ല, സംഘടനകളും അംഗീകരിക്കത്തില്ല. സംഘടനകൾ ചോദിക്കും എവിടെയാണ് പഠിച്ചതെന്ന് ചോദിക്കും. ബൈബിൾ കോളേജിൽ പോയോന്ന് ആദ്യം ചോദിക്കും. പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് ഏത് ബൈബിൾ കോളേജിൽ എത്ര വർഷം ആണ് പഠിച്ചത്, ഏത് കോഴ്സാണ് പഠിച്ചത്. ഇത് സംഘടനയും ലോകവും ചോദിക്കും. പക്ഷെ ദൈവം ഒരിക്കലും ചോദിക്കില്ല. ദൈവം ചോദിക്കുന്നത് ഈ പാത്രം ക്രിസ്തുവിൻ്റെ. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് വേണം അല്ലേ? അല്ലെങ്കിൽ അവർ ആ ലെവലിലെ. പക്ഷെ ദൈവം സർട്ടിഫിക്കറ്റ് അല്ല നോക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം. ശ്രദ്ധിച്ചേ, വായിച്ചേ. വരി വായിച്ചേ. കരുണ ലഭിച്ചിട്ട്. കോളേജിൽ പോയിട്ടൊന്നല്ല, കരുണ ലഭിച്ചിട്ട്. കൃപ ലഭിച്ചിട്ട്. കോളേജിൽ പോയത് കൊണ്ട് പറ്റിയെന്നല്ല. കോളേജിൽ പോയി പഠിച്ച് ഞാൻ പ്രസംഗിച്ചു ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയെന്നല്ല. അത് നല്ലതാണ്. ഒരുപാട് കാര്യങ്ങൾ പൊട്ടത്തരം വിളിച്ച് പറയാൻ ജ്ഞാനം എന്തെന്ന് മനസ്സിലാവും, പരിജ്ഞാനം എന്തെന്ന് മനസ്സിലാവും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിൽ നിന്ന് നമ്മളിതെല്ലാം പ്രാപിക്കണം. കർത്താവിനോട് ചോദിക്കണം, കർത്താവ് ജ്ഞാനത്തോടെ പരിജ്ഞാനത്തോടെ. ഞാൻ ചോദിക്കും, കർത്താവ് ജ്ഞാനത്തോടെ നിൽക്കണം, പരിജ്ഞാനത്തോടെ നിൽക്കണം. എവിടെയും ലജ്ജിക്കാൻ പോകരുത്. എവിടെയെങ്കിലും കർത്താവ് എന്നെ അയച്ചാൽ അവർ തരുന്ന സമയത്തിനകത്ത് 2 മിനിറ്റ് താന്ന് നിൽക്കണം. കർത്താവ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രാർത്ഥന ഒരാൾ പറഞ്ഞാൽ ആ വിഷയത്തിലപ്പുറം അവിടെ ഒന്നും വരല്ലേ. 2 വാക്ക് പറഞ്ഞ് ദൈവ മഹത്വത്തിനായിട്ട് മാറണം. കർത്താവ് ജ്ഞാനമില്ലാത്ത ഒന്നും, പരിജ്ഞാനത്തിലല്ലാതെ ഒന്നും അവിടെ വേണ്ട. എൻ്റെ ഒരു പ്രശംസയും എന്നെ പ്രകീർത്തിക്കുന്ന ഒന്നും അവിടെ വരല്ലേ. സ്തോത്രം. നമ്മളെ വെളിപ്പെടുത്താനല്ല ദൈവം നമ്മളെ പലയിടത്തും കൊണ്ടുപോകുന്നത്, ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ജ്ഞാനവും പരിജ്ഞാനവും ഒക്കെ ദൈവം തരട്ടെ. ഇവിടെ വായിച്ചേ. അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങളുടെ കഴിവ് കൊണ്ടൊന്നുമല്ല, പിന്നെ ഇത് കിട്ടിയത് എങ്ങനെയാണ്? കരുണ ലഭിക്കയാൽ. വായിച്ചേ ഒന്നുകൂടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകുകയാൽ. ഈ ശുശ്രൂഷ ഉണ്ടായത് എങ്ങനെയാണ്? കരുണ ലഭിച്ചിട്ടാണ് ഉണ്ടായത്. അടുത്ത് ഞങ്ങൾ അധൈര്യപ്പെടാതെ. ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അധൈര്യപ്പെടാതെ. ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച്. കണ്ടോ? ലജ്ജാകരമായ രഹസ്യങ്ങളെ ഈ പാത്രത്തിൽ ചെയ്യാൻ പാടില്ല. അത് ത്യജിച്ചു. കണ്ടോ? ഒരു ദൈവത്തിൻ്റെ പൈതലിന് ലജ്ജയുള്ള ഒന്നും ചെയ്യാൻ പാടില്ല.
അടുത്ത വരി. ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും. കണ്ടോ, ഉപായവും പ്രയോഗിക്കുന്നുണ്ട്. ഉപായം, അവരെ കാര്യം നടക്കാൻ പല ഉപായവും പ്രയോഗിക്കും. ഉപായം പ്രയോഗിക്കാതെയും. അടുത്ത ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും. 3, ദൈവവചനത്തിൽ ഒരു ദൈവവചനം അങ്ങനെ ആയിരിക്കണം. ദൈവവചനത്തിൽ കൂട്ട് ചേർക്കല്ലേ. ഇഷ്ടപ്പെടത്തില്ല ആർക്കും, കുഴപ്പമില്ല. ചിലപ്പോൾ കേൾക്കുന്നവർ മോശമായിട്ട് തോന്നും, കുഴപ്പമില്ല, അവർ പറഞ്ഞോട്ടെ, പക്ഷെ കൂട്ടി ചേർക്കല്ലേ. കർത്താവ് പറഞ്ഞ തന്നെയാണ്, അതിലപ്പുറം ഒന്നും ഇല്ല. നമുക്കതിൽ കൂട്ടി ചേർക്കാനൊന്നും ദൈവം അനുവാദം തന്നിട്ടില്ല. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെ സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസ്സാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. അടുത്ത് എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രേ മറഞ്ഞിരിക്കുന്നു. അടുത്ത വരി. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അവിശ്വാസികളുടെ മനസ്സ് ഈ ലോകത്തിന്റെ ദൈവം കുരുടാക്കി. അതുകൊണ്ടാണ് വചനത്തിലേക്ക് വരാനോ, ആ വചനം കേൾക്കുമ്പോൾ പാപത്തെ വിട്ടുതിരിയാനോ, പിന്നെയോ കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ കീഴടങ്ങാനോ മുട്ടുമടക്കാനോ പറ്റുന്നില്ല. കാരണം ഈ ലോകത്തിന്റെ ദൈവം കുരുടാക്കി വെച്ചിരിക്കുകയാണ്, കണ്ണ് തുറക്കത്തില്ല. സ്തോത്രം. സത്യം തിരിച്ചറിഞ്ഞാലും കണ്ണ് തുറക്കത്തില്ല. അടുത്തവർ വായിച്ചേ. ഞങ്ങളെ തന്നെ അല്ല ക്രിസ്തു യേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ. ഈ വചനം പുതിയ നിയമത്തിനകത്ത് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ? ഞാൻ കർത്താവായ യേശു ക്രിസ്തു കർത്തൃമേശ സമയത്ത് എന്തോന്നാ പറഞ്ഞേ? നമ്മൾ ആ യജമാനാണോ ദാസനാണോ? വിളമ്പുന്ന ആളാണോ വലുത്? ആഹാരം കഴിക്കുന്ന ആളാണോ വലുത്? വിളമ്പുന്ന ആളല്ലേ, അതാണോ വലുത്? അല്ല, കഴിക്കുന്ന ആളാണ് വലുത്. ദൈവത്തിന് ശ്രദ്ധിക്കുന്നുണ്ട് ചിലത്. അപ്പോൾ വിളമ്പുന്ന ആളല്ല വലുത്, കഴിക്കുന്ന ആളാണ് വലുത്. യേശു വിളമ്പി. പാദം കഴുകുന്ന ആളാണോ വലുത്? കാല് വെച്ചു കൊടുക്കുന്ന ആളാണോ വലുത്? കാല് വെച്ചു കൊടുക്കുന്ന ആളല്ലേ? ഇന്നാ ഷൂ പൂട്ടിത്താ, ഇതാ കാല് കഴുകിത്താ, ഇതാ തുടച്ചതാ, വലിയ ആളല്ലേ വെച്ചു കൊടുക്കും. അപ്പോൾ യേശു ക്രിസ്തു പാദം കഴുകി. കണ്ടോ, ഇതേ ഭാവമാണ് ആരിലും വരേണ്ടേ. അപ്പോസ്തലൻ പറയുന്നതാണ്, നിങ്ങൾ ക്രിസ്തു നിമിത്തം ഞങ്ങൾ നിങ്ങൾക്ക് ദാസന്മാർ. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ ആരാണ്? യേശു നിമിത്തം. ആരാ? ഇതാണ് മാനപാത്രം. എപ്പോഴും താഴ്ന്നു കിടക്കും. ഒരു പൊങ്ങച്ചവും, ഒന്നും പ്രശംസിക്കാൻ, ഒന്നും പുകഴാൻ, ഒന്നും പറയാൻ, ഞാൻ എന്തോ ചെയ്തെന്ന് പറയാൻ ഒന്നും ഇല്ല. അടുത്ത വരി. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളയിക്കേണ്ടതിനെ ഞങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശിച്ചിരിക്കുന്നു. അടുത്ത വരി. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല. ഈ അത്യന്ത ശക്തി, പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. ഹല്ലേലൂയ. ഒരു അത്യന്ത ശക്തി ഇന്ന് പ്രാപിച്ചില്ലേ ഓരോ മക്കളും? കർത്താവ് തന്നില്ലേ? കൃപകൾ തന്നില്ലേ നമ്മുടെ മേൽ? ഓരോ മക്കൾക്കും കൃപകൾ ദൈവം തന്നിട്ടില്ലേ? എത്രയോ നാളുകൾ കൊണ്ട് യേശുവിനെ കണ്ടുമുട്ടി അന്ന് മുതൽ നമുക്ക് ഓരോ സെക്കൻഡ് ദൈവം എന്ത് തന്നുകൊണ്ടിരിക്കുക? കൃപ. നമ്മൾ ഓരോ സെക്കൻഡും ദൈവത്തിൽ ക്രിസ്തു നമ്മൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃപകളാൽ, നമ്മുടെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ അല്ല, പിന്നെയോ കർത്താവിൻ്റെ ദയയാൽ, കർത്താവിൻ്റെ കരുണയാൽ നമ്മുടെ മേൽ ഓരോ സെക്കൻഡും ഓരോന്നിനെയും ജയിക്കാനുള്ള കൃപ. അല്ലാതെ നമ്മൾ ഒന്നിനെയും ജയിക്കാൻ പറ്റത്തില്ല സ്നേഹിതരെ. ഓരോ പ്രതിസന്ധി വരുമ്പോൾ അവിടെ ജയിക്കാൻ ദൈവം നമുക്ക് തൻ്റെ കൃപ തരുന്നത് കൊണ്ടാണ് നമ്മൾ ജയത്തോടെ പോകുന്നത്. കാരണം നമ്മുടെ കഴിവോ മിടുക്കോ അല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു തൻ്റെ കൃപയാൽ നിറച്ച് നമ്മൾ എന്ത് ചെയ്തിരുന്നു? നടത്തുന്നു. വായിച്ചേ. ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന്. കണ്ടോ, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങൾ ആകുന്നു ഉള്ളത്. ഏത് പാത്രത്തിലാകുന്നത്? മൺപാത്രങ്ങളിൽ. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും. നോക്കിയേ, അഭിഷേകമുണ്ട്, എന്നാൽ സകല വിധത്തിലും കഷ്ടതയും ഉണ്ട്. സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. പക്ഷെ ഇടുക്കമൊന്നുമില്ല, കഷ്ടതയുണ്ട്. നെഗറ്റീവ് ഒന്നും പറയാൻ, ഈ മാർഗത്തിലോട്ട് വന്നു, കഷ്ടത വന്നു പറയാൻ ഇല്ല. കണ്ടോ, ഇതിലോട്ട് വന്നു, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. എത്രയൊക്കെ പറയാൻ വാക്കുണ്ട്? ഇതിലോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാനൊരു മൃഗത്തിനെക്കാളും അപ്പുറമായി. ഒരു വരി സംസാരിക്കാൻ എന്നെ പഠിപ്പിച്ചത് ഈ ആത്മാവാ.
ഒരു വരി മറ്റുള്ളവരോട് സ്നേഹിക്കാൻ പഠിപ്പിച്ചത് ഇതാണ്. ഒരു മനുഷ്യനോട് ക്ഷമിക്കാൻ പഠിപ്പിച്ചത് ഇതാണ്. കാണ്ടാമൃഗം പോലെ ഇരുന്ന എന്നെ ഒരു കുഞ്ഞാടാക്കി മാറ്റിയത് ഈ തിരുവചനമാണ്, ഈ സത്യമാണ്. ഒരു മൃഗമായിരുന്ന എന്നെ ക്രിസ്തു യേശുവിൻ്റെ മകളാക്കി മാറ്റിയത് ഈ സുവിശേഷമാണ്. ഈ യേശുവിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഏതും ആയിരിക്കത്തില്ല. സ്തോത്ര ഹല്ലേലൂയ. കർത്താവ് യേശുവിനെ കണ്ടുമുട്ടിയതിൽ പരം ഭാഗ്യം വേറെ ഒന്നുമില്ല. ഈ മാർഗത്തിലോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാനെന്ന കൊട്ടാരം പണിത് ആ കൊട്ടാരം വലിയൊരു സൗധമായി ഞാൻ പണിയുമായിരുന്നു. പണിത് ഒരു പ്രയോജനമില്ലാത്തതായി ഒരു ദിവസം സ്വർഗം അതിനെ പൊളിച്ചു കളയുമായിരുന്നു. ഒന്നും പിന്നെ ശേഷിക്കത്തില്ലായിരുന്നു. ആകാശം മുട്ട പണിയാൻ നോക്കുമായിരുന്നു. എല്ലാവരുടെയും മുൻപിൽ ഞാൻ മഹാനാകാൻ നോക്കുമായിരുന്നു. എല്ലാവരുടെ മുമ്പിൽ ഞാൻ എന്തോ എന്ന് എൻ്റെ കഴിവ് തെളിയിക്കാൻ നോക്കുമായിരുന്നു. എന്നാൽ എൻ്റെ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ മനസ്സിലായി, ഇതൊന്നുമല്ല ഈ ലോകത്തിൽ നീ പടുത്തുയർത്തുന്ന പ്രശസ്തിയുടെ ഗോപുരമല്ല. ഹല്ലേലൂയ. നീ തന്നെത്താൻ താഴ്ത്തണം, നീ മരിക്കണം, നിന്നിലുള്ള പാവ മനുഷ്യൻ മരിക്കണം, നീ മരിച്ചാലേ ഞാൻ നിന്നിൽ വാഴൂ. ഇത് പഠിപ്പിച്ചത് ഈ തിരുവചനം യേശുവിൻ്റെ അടുക്കൽ വന്ന ശേഷമാണ്. എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇന്നീ കാണുന്ന സകലതും ഉള്ളത് യേശുവിനെ കണ്ടതുകൊണ്ടാണ്. അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നേരെ ചെവ ഡ്രസ്സ് ഇടുന്നത് കർത്താവിനെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ എവിടെ കീറിയത് അവിടെ ശരീരം ഭാഗം കാണിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. കാരണം എന്താ? യേശുവില്ല, അതുകൊണ്ടാണ്. സ്വത്രം നല്ല ഗ്ലാമർ ധാരാ ഒന്ന് കാണിക്കാൻ എന്തെല്ലാം ചെയ്യുമായിരുന്നു. എന്താ? അപ്പൻ്റെ അടുത്ത് വന്നതുകൊണ്ടാണ്. കൃപയേ ദൈവകൃപയേ ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. കൃപയേ ദൈവകൃപയേ ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ല ഭൂമിയിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും ഭൂമിയിലില്ലായേ. കൃപയേ ദൈവകൃപയേ ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. കൃപയേ ദൈവകൃപയേ ദൈവകൃപയാലത്രേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും ഭൂമിയിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും ഭൂമിയിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും ഭൂമിയിലില്ലായേ. നിന്റെ ഭാരം എത്ര തന്നെ ആയാലും എന്റെ തോളിലിട്ടുകൊള്ളുവിൻ എന്നൂര ചെയ്തവൻ. നിന്റെ ഭാരം എത്ര തന്നെ എന്റെ തോളിലിട്ടുകൊള്ളുവിൻ എന്നൂര ചെയ്തവൻ. തകർന്നിടാൻ ഒരു നാളും സമ്മതിക്കയില്ലവൻ. അന്ത്യത്തോളവനെ നടത്തിയിടും നിശ്ചയോ. തകർന്നിടാൻ ഒരു നാളും സമ്മതിക്കയില്ലവൻ. അന്ത്യത്തോളവനെ നടത്തിയിടും നിശ്ചയോ. കൃപയേ കൃപ ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. കൃപയേ ദൈവകൃപയേ ഞാനാകുന്നതും ദൈവകൃപയാലത്രേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും ഭൂമിയിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും ഭൂമിയിലില്ലായേ. പ്രശംസിപ്പാനോ പുകഴുവാനോ യാഹല്ലാതൊന്നും ഭൂമിയിലില്ലായേ. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കലോട്ട് വന്നുകൊണ്ടാണ് നല്ല രീതിയിൽ ഡ്രസ്സ് ധരിക്കാൻ പറ്റിയത്. യേശുവിൻ്റെ അടുക്കൽ വന്നതുകൊണ്ടാണ് ക്ഷമ തന്നത്. യേശുവിൻ്റെ അടുക്കൽ വന്നതുകൊണ്ടാണ് കോപം പോയത്. യേശുവിൻ്റെ അടുക്കൽ വന്നതുകൊണ്ടാണ് കള്ളം പറയാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നുണച്ചി എന്ന് പറഞ്ഞ് നോട്ടീസ് ഒട്ടിച്ചത്. യേശുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ടാണ് ആരെയും പറ്റിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ പറ്റിപ്പ് ഗ്യാസ് എന്ന് പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. യേശുവിൻ്റെ അടുക്കൽ വന്നതുകൊണ്ടാണ് എന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. യേശുവിൻ്റെ അടുക്കൽ വന്നതുകൊണ്ടാണ് കാർക്കിച്ച് തുപ്പുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. യേശുവിൻ്റെ അടുക്കൽ വന്നതുകൊണ്ടാണ് ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും പഠിച്ചത് അവിടെ വന്നുകൊണ്ടാണ്. അവിടെ വന്നതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു നല്ല കാര്യം ഒരാളിന് പറയാൻ പറ്റിയത്. യേശുവിൻ്റെ അടുത്ത് വന്നുകൊണ്ടാണ് ആത്മഹത്യക്കിരുന്ന ഒരുപാട് പേർക്ക് യേശുവിനെ കൊടുക്കാൻ പറ്റിയത്. യേശുവിൻ്റെ അടുക്കൽ വന്നതുകൊണ്ടാണ് സ്വത്രം രാത്രി ഉറക്കമില്ലാതെ മരണത്തിലേക്ക് ട്രെയിനിൽ തലവെച്ച് മരിക്കാം എന്ന് പറഞ്ഞിരുന്ന ആള്
അവിടെ നിന്ന് രക്ഷിക്കപ്പെടാൻ കാരണം യേശുവിനെ കണ്ടുമുട്ടി കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞുകൊണ്ടാണ്. മനസ്സിലായോ? നമ്മൾ യേശുവിനെ കണ്ടുമുട്ടിയില്ലെങ്കിൽ യാതൊരു പ്രയോജനവും ഇല്ല. യേശു വന്നതാണ് നമ്മുടെ ഈ മാറ്റം. ഓ ഹല്ലേലൂയ. ഇതുവരെ നമ്മളിലാക്ക് മാറ്റം വന്നില്ലെങ്കിൽ ഇന്നും അതിൽ വരണം. മനസ്സിലായോ? അനേകർക്ക് താങ്ങാണ് യേശു വന്നാൽ. അനേകർക്ക് ബലമാണ്. കാലില്ലാത്തവനൊരു കാലാണ്. എവിടെ കിടക്കുന്നത്? ഇയ്യോബിൻ്റെ പുസ്തകത്തിനകത്തുണ്ട്. കാലില്ലാത്തവന് കാല്, കണ്ണില്ലാത്തവനെ കണ്ണ്, കേൾവിയില്ലാത്തവനെ ജീസസ് ഹല്ലേലൂയ, വിശപ്പുള്ളവന് ആഹാരമായി. ജീസസ്. ഇതാരാ പറഞ്ഞേ? ഇയ്യോബ്. യേശു വന്നില്ലെങ്കിൽ ഇതൊന്നും തോന്നത്തില്ല. ഞാനും എൻ്റെ കുടുംബവും ഞാനും എനിക്കുള്ളതും മാത്രമേ തോന്നൂ. പക്ഷെ യേശു വന്നാൽ ഞാനും എൻ്റെ കുടുംബവും നല്ല. ജീസസ് ഹല്ലേലൂയ. ഒരു കരുപോലെ കാത്തിരേരണ്ടി. ഹല്ലേലൂയ. അപ്പച്ചൻ എന്നെ നടത്തിയല്ലോ. ഹല്ലേലൂയ. കരുതിയല്ലോ. ഇതെല്ലാം ജീവിതത്തിനകത്ത് ഇവിടെ എല്ലാം പൊട്ടിച്ചു കണ്ടോ? എന്തെല്ലാം പൊട്ടിച്ച് മാറ്റി. കർത്താവിനെ കണ്ടുമുട്ടായിരുന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? കർത്താവേ, ഒരുപാട് പേർ മരിച്ചപ്പോൾ ഞാൻ മരിക്കാതെ ഒരാഴ്ച കൂടെ എനിക്ക് തന്നല്ലോ അപ്പാ. കണ്ടുമുട്ടിയില്ലെങ്കിലുള്ള ദോഷേ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ശാലിനി പറയുകയാണ്, ഒരാഴ്ച ഇന്ന ആളൊക്കെ നീ വിളിച്ചു അങ്ങ് കർത്താവിൻ്റെ അടുത്തിരിക്കുകയാണ്. ഞാൻ ഈ ഭൂമിയിൽ എന്നെ ആക്കിയതാണ് ഭയങ്കര ശ്രേഷ്ഠത. ചിന്തിച്ചു നോക്കിയേ, ഇതൊക്കെ പൊട്ടിയത് എവിടെ വന്നപ്പോഴാ? കർത്താവേ, ഈ ചിറ്റാക്കോട് ദേശത്തിൻ്റെ തലേനെ ഉയർത്തി ഇങ്ങനെ വയ്ക്കണേ അപ്പാ. ആളുകൾ കാണട്ടെ ഞാൻ പള്ളിയിൽ പോയപ്പോൾ എനിക്കെല്ലാം കിട്ടിയെന്ന്. എൻ്റെ അപ്പനെ യഥാർത്ഥമായി കണ്ടില്ലായിരുന്നെങ്കിൽ ശാലിനിക്ക് ഇത് പൊട്ടത്തില്ലായിരുന്നു. സ്വത്രം. ആൾക്കാരെ കാണിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? എനിക്ക് എല്ലാം ഉണ്ടെന്ന്. അതാണോ സുവിശേഷം? ആൾക്കാരെ എനിക്കുള്ള സമ്പത്ത് കാണിക്കുന്നതാണോ സുവിശേഷം? പിന്നെയോ, അയോഗ്യയായ എന്നിൽ സർവശക്തൻ ഇറങ്ങി നിൽക്കുന്ന ആ ഭാഗ്യം കാണിക്കുന്നതാ. അവർ കാണട്ടെ ഞാൻ പഠിച്ചു പരീക്ഷയ്ക്ക് 1ാം റാങ്ക് വാങ്ങി. ഇതാണോ? അല്ല. പിന്നെയോ? നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്നുണ്ട്. യേശുവിനെ കണ്ടില്ലെങ്കിൽ നമ്മൾ വലിയ പെരിയവരായനെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ജഡം പൊങ്ങി എല്ലാരെക്കാളും പൊക്കി പടുത്തുയർത്തി ബാബേൽ ഗോപുരം പോലെ കർത്താവ് ഇറങ്ങി ഒറ്റയിടി ഭാഷയും കലക്കി ഒരു ദിവസം ആകുമ്പോൾ എല്ലാം അടിച്ച് കലക്കി പുറത്താക്കി നരകത്തിൽ തള്ളി ഇടുമായിരുന്നു. പക്ഷേ ആ സ്ഥാനത്ത് സ്വത്രം കണ്ണ് തർപ്പിച്ച ആ യേശുവിൻ്റെ അടുത്ത് വന്നോണ്ടല്ലേ. അല്ലെങ്കിൽ അടുത്തൊരാൾ എന്തെങ്കിലും ഒരു കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ പറയും അത് ഇന്ന പാപം ചെയ്തുകൊണ്ടാന്ന്. അവരെ കരയിപ്പിക്കുമായിരുന്നല്ലേ. പക്ഷെ അത് പറയാത്ത ആളാക്കിയത് ആരാ? നീ ചെയ്ത പാപം കൊണ്ടാ നിന്റെ കുടുംബത്തിൽ കണ്ണീര് വന്നതെന്ന് പറയുന്ന എന്നെ പറയാതാക്കിയത് യേശുവിൻ്റെ അടുത്ത് വന്നോണ്ടാ. കണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവർക്കൊന്നും കിട്ടിയില്ല, ഓടി എനിക്ക് മാത്രം കിട്ടി എന്ന് പറഞ്ഞ എന്നെ പൊളിച്ചതാരാ? ആ ക്ലാസ്സിൽ ഫുൾ 1ാം റാങ്ക് എനിക്ക് വാങ്ങണം, ബാക്കി എല്ലാം താഴെ 49 പേരും താഴെ നിന്നാൽ അത് 1ാമത് എനിക്ക് നിൽക്കണമെന്ന് പറഞ്ഞാൽ എന്നെ. അപ്പാ എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ എന്നെയും കൂടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ യേശുവിൻ്റെ അടുത്ത് വന്ന് വരുന്ന മാറ്റമാണ് സഹോദരങ്ങളെ. യേശുവിനെ യഥാർത്ഥമായിട്ട് അനുഭവിച്ചറിഞ്ഞാൽ ജീവിതം ഒരുപാട് മാറും, സ്വഭാവം ഒരുപാട് മാറും. ഒരുപാട് പേർക്ക് ഒരു അനുഗ്രഹമായിരിക്കും. ജീസസ് ശ്വാസം പോകും വരെ. ഹല്ലേലൂയ. യേശു അങ്ങനെ ആയിരുന്നു. ആമേൻ. അവസാനം വരെ യേശു പ്രവർത്തിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പൈതലേ, കർത്താവാകുന്ന യേശു ക്രിസ്തു നമ്മളെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ നമുക്ക് ചെയ്യാം. യേശുവിനെ കണ്ടുമുട്ടിയതാണ് നമ്മുടെ ഭാഗ്യം. യേശുവിൻ്റെ അടുക്കൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം. യേശു അപ്പച്ചൻ്റെ വചനം ഓരോ സെക്കൻഡ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് കർത്താവിൻ്റെ ദയയും കരുണയും കൃപയുമാണ്, അവിടുത്തെ സ്നേഹമാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തോ ആയനെ ചീർത്തേനെ. ദൈവത്തിന് സ്തോത്രം. അയോഗ്യമായി നടക്കേണ്ട എന്നെ യോഗ്യതയോടെ നടക്കാൻ പഠിപ്പിച്ച ആരാ? യേശുവാ. എവിടെ എന്ത് സംസാരിക്കണമെന്ന് പഠിപ്പിച്ച ആരാ?
വേദനയോടെ ഇരിക്കുന്നവരവിടെ കണ്ണുനീര് തുറന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൈലൻ്റായി ഇരിക്കാൻ പഠിപ്പിച്ചതാരാ? അവരെ കുറ്റം മാത്രം വിളിച്ചു പറയാതെ, അവരെ ഒന്നും പറയാതെ താഴ്മയോടെ കേട്ടുകൊണ്ടിരിക്കാൻ പഠിപ്പിച്ചതാരാ? ഇത് യേശുവിൻ്റെ സ്വഭാവമാണ്. ഹല്ലേലൂയ. ഇതൊന്നും സ്വത്രം നമ്മുടേതല്ല സ്നേഹിതരെ, ഇതെല്ലാം യേശുപ്പൻ്റെതാണ്. ഹല്ലേലൂയ. വായിച്ചേ കൊരിന്ത്യർക്ക് ലേഖനം. സമയം പോയി. ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല. കണ്ടോ, ബുദ്ധിമുട്ടുണ്ട് എന്നിട്ട് എന്തില്ല? നിരാശയില്ല. അടുത്ത വരി. ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ചിലർ കേട്ടിട്ടില്ല സാക്ഷി പറയുന്നത്, അയ്യോ ഞാൻ 28 വർഷം കൊണ്ട് പള്ളിയിൽ പോകുന്നു, ദൈവമേ ഒരു മറുപടിയുമില്ല. അതിനൊന്നും സാക്ഷി പറയിക്കാൻ പാടില്ല. ഇരിക്കുന്നവർക്കും കൂടെ പോക്കാം. ഞാൻ സത്യം പറഞ്ഞേ, 28 വർഷം ഈ ഭൂമിയിലുള്ളതൊന്നും കിട്ടിയില്ലെങ്കിലും യേശുവിനെ കിട്ടിയോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ? ഇതൊന്നും അവരറിഞ്ഞില്ല, ഇവിടെ കിട്ടിയില്ല. അവരൊന്നും അതല്ലേ സാക്ഷ്യം പറയാൻ പാടില്ല. അതൊന്നും സാക്ഷ്യം പറഞ്ഞുകൂടാ. സ്വത്രം. അപ്പോൾ ഈ ലോകത്തിലുള്ള കാര്യം ആഗ്രഹിച്ചിട്ടാണ്, എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ച ഒന്നും നടന്നില്ല. അപ്പോൾ ചിന്തിച്ചു നോക്കിയേ, ഞാൻ വന്ന് നടക്കാൻ വേണ്ടിയാണ്. 38 വർഷം കൊണ്ടൊന്നും കിട്ടിയില്ല, 28 വർഷം കൊണ്ടൊന്നും കിട്ടിയില്ല. നല്ല സാക്ഷ്യം. എൻ്റെ യേശുവിനെ കിട്ടി, നിത്യത കിട്ടി, പാപമോചനം കിട്ടി, ക്രിസ്തുവിൻ്റെ ഒരു പൈതലാക്കി, അശുദ്ധിയെ ചാരമാക്കി, ഹീനപാത്രത്തെ മാനപാത്രമാക്കി. അനേകരെ താങ്ങാൻ ഈ മാനപാത്രം ദൈവം എടുത്തു. അനേകരെ അണയ്ക്കാൻ ആ യോഗ്യ പാത്രത്തെ ക്രിസ്തു നിറഞ്ഞ് കർത്താവ് അങ്ങോട്ട് അവിടെ ഉപയോഗിച്ചു. അനേകർക്കൊരു താങ്ങായി. കണ്ണില്ലാത്തവർ, കാലില്ലാത്തവർക്ക്, ജീവിതത്തിനകത്തെല്ലാം നഷ്ടപ്പെട്ടവർക്ക് അനേകർക്കൊരു വിടുതലായി ഈ പാത്രത്തെ ദൈവം തൊട്ടു. ഇതാ ഒരു സാക്ഷ്യം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി? ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. ഇതാ സാക്ഷ്യം. വീണ് കിടക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? നശിക്കാൻ ദൈവം വിട്ടോ? ഇല്ല. അടുത്ത വരി. യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്, ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം. സ്തോത്രം. ആരുടെ മരണം? ജീവൻ വെളിപ്പെടണമെങ്കിൽ മരണം വരണം. ആരുടെ മരണം? യേശുവിൻ്റെ മരണം. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ച വരി. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. യേശുവിന്റെ മരണം എപ്പോഴും വഹിക്കുന്ന ഒരു അനുഭവം, യേശുവിന്റെ മരണം. അടുത്ത വരി. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. മരണത്തിൽ എന്ത് ചെയ്യുന്നു? ആര് നിമിത്തമാ? യേശു നിമിത്തം. ഹല്ലേലൂയ. സ്തോത്രം. റോമർക്ക് ലേഖനം 6-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും നമ്മൾ എന്ത് ചെയ്യും? ഏകീഭവിക്കും. വായിച്ചേ റോമർ 6-ന്റെ 5-ാം വാക്യം. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടും നാം ഏകീഭവിച്ചരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. 8-ാം വാക്യം വായിച്ചേ. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എങ്കിൽ, ക്രിസ്തുവിനോട് കൂടെ മരിച്ചെങ്കിൽ അവനോട് കൂടെ ജീവിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഭൂമിയിലേക്ക് നമുക്ക് ഒരു മരണമുണ്ട് എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിൽ പോകുന്ന മരണമല്ല, പാപ മനുഷ്യൻ്റെ മരണം. സ്തോത്രം. ഞാൻ മരിക്കുമ്പോൾ അവിടെ ആരുടെ ജീവൻ വരും? ആ പാത്രം മാനപാത്രമാകുന്നത് എങ്ങനെയാ? ഞാൻ മരിക്കുമ്പോഴാണ് ആ പാത്രത്തിന് മാന്യത വരുന്നത്. എൻ്റെ സ്വഭാവം മരിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ സ്വഭാവം വരുമ്പോൾ, ക്രിസ്തുവിലൊന്നും കളയായില്ലായിരുന്നു. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങളും പ്രതിസന്ധി വന്നു, അവിടെ ഒന്നിലും അവർ വീണുപോയില്ല. അപ്പൻ എല്ലായിടത്തും മഹത്വമായില്ലേ? ഇതുപോലെ ആയ കാരണം എന്താ? അവർ എപ്പോഴും മരിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ ആ കാര്യം വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളിലുള്ള സ്വയങ്ങൾ മരിക്കണം, നമ്മളിലുള്ള ജ്ഞാനം അഹങ്കാരങ്ങൾ മരിക്കണം, നമ്മളിലുള്ള നമ്മുടെ സംസാരം മരിക്കണം, ക്രിസ്തുയേശുവിൻ്റെ ശബ്ദം വരണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ വായും എൻ്റെ ശബ്ദവും എൻ്റെ ചിന്താമണ്ഡലവും മരിച്ചിട്ട് അവിടെ എൻ്റെ യേശുവിൻ്റെ ചിന്താമണ്ഡലവും ചിന്തയും അവിടെ എൻ്റെ യേശുവിൻ്റെ ശബ്ദവും എൻ്റെ വായിൽ വന്നാൽ മാത്രമേ എൻ്റെ അപ്പൻ്റെ ശബ്ദം സംസാരിക്കാൻ പറ്റൂ. 2 കൊരിന്ത്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിച്ചേ.
ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങൾ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. കഷ്ടങ്ങൾ പെരുകും തോറും അർത്ഥം എന്താ? ഒരു കുഞ്ഞിന് ക്ഷീണം വന്നാൽ ആ കുഞ്ഞിനെ അമ്മയും പപ്പയും എപ്പോഴും എന്ത് ചെയ്യും? ശ്രദ്ധിക്കൂലേ? അവിടെ എന്ന് പറഞ്ഞിട്ട് പോവോ? പിന്നെ എപ്പോഴും എന്ത് ചെയ്യും? നമ്മൾ എവിടെയെങ്കിലും പോയാലും അപ്പോഴപ്പോഴാ എന്ത് ചെയ്യും? വീട്ടിൽ വിളിക്കും, മക്കളെ എന്ത് ചെയ്യുന്നു, മക്കളെ ക്ഷീണം കുറഞ്ഞോ ചോദിക്കൂല്ലേ? ആണോ അല്ലേ? ചോദിക്കും. നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കത്തില്ലേ? ക്ഷീണമുള്ള കുഞ്ഞിനെ ഒരുപാട് ശ്രദ്ധിക്കത്തില്ലേ? ക്ഷീണം മാറുന്നവരെ യേശു എൻ്റെ അപ്പുറമാണ്. കഷ്ടങ്ങൾ പെരുകും തോറും യേശു അടുത്ത് നിന്ന് തോളത്തിടുന്നതും പെരുകും, കൃപ കൊടുക്കുന്ന പെരുകും, അഭിഷേകം കൊടുക്കുന്ന പെരുകും, അമിത ബലം കൊടുക്കുന്ന പെരുകും, ആ പ്രതിസന്ധി ജയിക്കാൻ വേണ്ട കൃപാവരങ്ങൾ കൊടുക്കുന്നത് പെരുകും. അത് കൂടുതൽ കൊടുക്കും, കുറച്ചല്ല. പിന്നെ അവിടെ ജയിക്കാൻ കണ്ടോ? ഒന്നുകൂടെ വായിച്ച ആ വരി. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഇനി 2 കൊരിന്ത്യർ 13:4 വായിക്കുമ്പോൾ വായിച്ചേ. 2 കൊരിന്ത്യർ 13:4. 2 കൊരിന്ത്യർ 13:4 വായിച്ചേ. ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ബലഹീനതയാൽ അവൻ എന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ടിട്ടും എങ്ങനെ ജീവിക്കുന്നു? ദൈവത്തിന്റെ ശക്തിയാൽ ജീവിക്കുന്നു. അടുത്ത വരി. ഞങ്ങളും അവനിൽ ബലഹീനർ എങ്കിലും അവനോട് കൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. ഏത് ശക്തിയിലാണ് ജീവിക്കുന്നത്? സ്വന്തം ശക്തിയിലല്ല. എത്രയൊക്കെ വെളിപ്പെട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ശക്തിയിൽ ജീവിച്ച ആർക്കും മറ്റൊരാളിന് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ ജീവനിലാണ് ഒന്നുകൂടെ വായിച്ച വരി. ആ വരി എത്ര അർത്ഥം നോക്കിയേ. 2 കൊരിന്ത്യർ 13:4. ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. കണ്ടോ? ഫിലിപ്പിയർ 3:10-11 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ഫിലിപ്പിയർ 3:10-11 വാക്യം. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും. കണ്ടോ? എപ്പോഴേ അനുഭവിച്ചറിയാൻ പറ്റൂ? മരണത്തോട് അനുരൂപപ്പെട്ടാലേ ഈ താഴെ കിടക്കുന്ന അനുഭവിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ മരിക്കാതെ വചനം കേട്ടിട്ടങ്ങ് പോവാം. നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല, നമുക്കൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റില്ല. ഒന്നുകൂടെ വായിക്കാൻ മനസ്സിലാകും. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ട അനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും. അപ്പൊ ആ തീക്കകത്തോടെ പോയാൽ ഇതൊക്കെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച്. കണ്ടോ? കർത്താവിനോട് കൂടുതൽ അടുക്കും തോറും, കർത്താവിനെ കൂടുതൽ കാണും തോറും ഈ ലോകത്തിലുള്ളതെല്ലാം ചപ്പും ചവറുമാകും. കർത്താവിനെ വെളിപ്പെടും തോറും ഈ ലോകത്തിലുള്ള ശ്രേഷ്ഠതകളെല്ലാം താഴെയാകും. കർത്താവിനെ വെളിപ്പെടാത്തിടത്തോളം കാലം ലോകത്തെല്ലാം പൊക്കി പണിയും. കർത്താവിനെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതെല്ലാം അടിയിലാകും, യേശു പുറത്താകും. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് മാത്രം നമ്മൾ പൊക്കി കെട്ടിക്കൊണ്ടേ ഇരിക്കും. ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ, പള്ളിയിൽ പോയിട്ട് എന്ത് കിട്ടി? അതെനിക്ക് വീടില്ലായിരുന്നു, വീട് കിട്ടി. 4 സെൻറ്റ് വസ്തു വാങ്ങി, വീട് വെച്ചു. പിന്നെ കാറില്ലായിരുന്നു, കാറ് കിട്ടി. സ്തോത്രം. അത് ഇന്നതില്ലായിരുന്നു, ഇന്നത് കിട്ടി. എനിക്ക് ഇത്ര ഏക്കർ വാങ്ങിയത് പള്ളി പോയതുകൊണ്ടാണ്. എല്ലാം കിട്ടി. പക്ഷേ ഇതൊക്കെ കൊണ്ടുപോകുമോ? എല്ലാം കിട്ടി, ശരിയാ, ആവശ്യമുള്ളതൊക്കെ കിട്ടി. പക്ഷെ ഇതൊന്നും കൊണ്ടുപോകുന്ന കാര്യങ്ങളൊന്നും. അപ്പോൾ അവിടെ ചെന്നിട്ട് കർത്താവിനോട് പറയുന്നത്, കർത്താവേ ഞാൻ പ്രാർത്ഥിച്ചു വീട് കിട്ടി, പ്രാർത്ഥിച്ചു വസ്തു കിട്ടി, പ്രാർത്ഥിച്ചു കാറ് കിട്ടി, പ്രാർത്ഥിച്ചു എനിക്കെല്ലാം കിട്ടിയല്ലോ അല്ലേ? കിട്ടി. പക്ഷേ യേശു പറയാം, എനിക്ക് നിന്നെ അറിയത്തില്ല. കാരണം എന്താ? നീ പ്രാർത്ഥിച്ച് പ്രാപിക്കേണ്ടത് പ്രാപിച്ചില്ല. നിവിടെ എത്ര കെട്ടിപ്പോക്കാനുള്ള എല്ലാം പ്രാപിച്ചു. സാക്ഷ്യം അതായിരിക്കും, അതല്ല ജീവൻ. ഹല്ലേലൂയ. വേറെ ഒന്നും അവരുടെ വായിന്ന് വരില്ല. എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും ഇതൊന്നും പറയാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. അപ്പോസ്തലന്മാർ നോക്കിയേ, വീണ് കിടക്കുന്നവരെങ്കിലും. കണ്ടോ? അവർ പറയുന്നുണ്ടോ? ഇത് നമ്മുടെ ജീവിതത്തിനകത്ത് വരണം. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചേ.
ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു. അപ്പച്ചനെ കാണാൻ തുടങ്ങുമ്പോഴാണ് ഇതെല്ലാം ചവറായി മാറുന്നത്. ബാക്കിയെല്ലാം എന്തോ ആണെന്നിരുന്നില്ലേ, അതെല്ലാം വേസ്റ്റാകും. നമ്മുടെ ഈ ലോകത്തിലുള്ള ചില കാര്യങ്ങൾ എന്തോ സംഭവമാണെന്നാണ് ഇരിക്കുന്നത്. എന്തോ വലിയൊരു സംഭവമാണ്. സംഭവം ഒരു ചുക്കുമല്ലെന്ന് മനസ്സിലാവണമെങ്കിൽ യേശുവിൻ്റെ അടുത്തോട്ട് ഓരോ സംഭവങ്ങളും ഒരു ചുക്കുമല്ലെന്ന് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ യേശുവിനെ കാണണം. ഗോലിയോത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ ദാവീദ് കണ്ടപ്പോൾ ഗോലിയോത്തൊരു സംഭവമൊന്നുമല്ല, നാക്ക് വെളിപ്പെട്ടു. സ്തോത്രം. ഈ ലോകത്തിലുള്ള അപ്പോസ്തലനാകുന്ന പൗലോസ് എല്ലാ സമ്പത്തും ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിനെ വെളിപ്പെട്ടപ്പോൾ ഈ സമ്പത്ത് ഏതുമല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. പിന്നെ അയാൾ അതിനെക്കുറിച്ച് പറഞ്ഞും പൊക്കിയും പ്രശസ്തിയും പറഞ്ഞില്ല, പേരും. നമ്മളാണെങ്കിൽ എൻ്റെ അപ്പൻ്റെ ഞാനും എൻ്റെ യേശു ആരെ? ഹല്ലേലൂയ. അവിടുത്തെ ബന്ധം ഇവിടുത്തെ ബന്ധം ഒന്നും നമ്മളിവിടെ പിന്നെ ഞാനും എൻ്റെ യേശു ഇപ്പം ആര്? അവരെ ബന്ധം പറഞ്ഞൊന്നും നമ്മൾ സ്വർഗത്തിൽ പോകുമോ? എൻ്റെ അപ്പൻ യേശുപ്പച്ചനോട് കൂടെ നടന്നു, ഹാനോക്കിനെ പോലെ കൂടെ നടന്നു വെച്ചോ, ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ നടന്നു, സ്വർഗത്തിൽ പോകുമോ? അപ്പം ഹാനോക്കിനെ പോലെ നടന്നില്ലേ, പിന്നെ എന്താ പോകത്തെ? അതപ്പം പോകും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ചവറന്ന് ഉപേക്ഷിക്കണമെങ്കിൽ, നമ്മളിലുള്ള ജഡം മരിക്കണമെങ്കിൽ ക്രിസ്തു യേശുവിനെ കണ്ടാൽ മാത്രമേ, കാണേണ്ടതുപോലെ കണ്ടാൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം മൊത്തത്തിൽ മാറും, നമ്മൾ മൊത്തത്തിൽ മാറും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത് 2 തിമോത്തിയോസ് 2:11 വാക്യം വായിക്കുമ്പോൾ 2 തിമോത്തിയോസ് 2:11 വാക്യം വായിക്കുമ്പോൾ നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. വായിച്ചേ. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. 1 പത്രോസ് 4:13 പറയുന്നു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും എങ്ങനെ സന്തോഷിച്ചുകൊള്ളുവിൻ. കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുമ്പോൾ സന്തോഷിക്കുക. പിന്നെ നമ്മളെപ്പോഴും കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുമ്പോൾ ദുഃഖമേ വരും. പക്ഷേ യേശു പറയുന്നത് കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. വായിച്ചേ 1 പത്രോസ് 4:13 വായിച്ചേ. 1 പത്രോസ് 4:13. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 17-18 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 17-18 വാക്യം വായിച്ചേ. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലോ. തേജസ്കരണം വേണോ ഈ കഷ്ടം അനുഭവിക്കണം? ഹല്ലേലൂയ. അർത്ഥത്തിൽ ഞാൻ യേശുവിനോട് കൂടെ മരിക്കണം, അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. എൻ്റെതെല്ലാം തകരണം, എൻ്റെ യേശു എന്നിൽ നിറയണം. പാട്ടുകാരൻ പാടി, എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഇഷ്ടം എന്നിൽ വരണം, കർത്താവ് നിറയണം. ഒരു ഹീനപാത്രമായിട്ടല്ല, പിന്നെയോ ഒരു മാനപാത്രമായി, അശുദ്ധിയെല്ലാം ചാരമായി ക്രിസ്തു യേശുവിനോട് കൂടെ ഓരോ സെക്കൻഡും ക്രിസ്തുവിൻ്റെ വചനത്താൽ നിറഞ്ഞ് ആത്മാവിനെ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ നമ്മൾ നേരത്തെ വായിച്ച കൊരിന്ത്യർക്ക് ലേഖനം 4-ാം അധ്യായം 2 കൊരിന്ത്യർ 4-ന്റെ അടുത്ത ഭാഗം വായിച്ചേ. നേരത്തെ വായിച്ച ആ ഭാഗം വായിച്ചേ. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങൾ ജീവനും വ്യാപരിക്കുന്നു ഞാൻ വിശ്വസിച്ചു. കണ്ടോ, ഞങ്ങളിൽ മരണം വ്യാപരിക്കുന്നു, നിങ്ങൾ എന്ത് വ്യാപരിക്കുന്നു? ജീവൻ. അപ്പോൾ ഒരാള്, അതുകൊണ്ടാണ് ഗലാത്യർ 6:17 പറഞ്ഞത്, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. യേശുവിൻ്റെ ചൂടടയാളം. ഹല്ലേലൂയ. ഗലാത്യർ 6:17 അങ്ങനെ വെച്ചിട്ട് വായിച്ചേ. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിന്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. സഹോദരന്മാരെ, കൊലോസ്യർ 1:24 വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ട അനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൻ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. വായിച്ചേ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ
ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരു പൈതലിന് ഒരു ഉറപ്പ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം വായിക്കുമ്പോൾ, ഇങ്ങനെ കർത്താവിൽ ജീവിച്ച് നടക്കുന്ന ഒരു പൈതലാണോ, പേടിക്കാൻ ഒന്നുമേ ഇല്ല. വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 9-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, രാത്രിയിൽ നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിനെ ഇതിനാൽ നിവർത്തി വന്നു. ശിമോൻ പത്രോസ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 9 മുതൽ 9-ഉം 10-ഉം വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികൾ 18-ന്റെ 9-ഉം 10-ഉം. രാത്രി കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്യുകയില്ല, ചെയ്തു ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. കണ്ടോ, ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, ക്രിസ്തുവിലാണ് ജീവിക്കുന്നെങ്കിൽ പൈതലേ, ഒരിക്കലും ദൈവം തള്ളിക്കളയത്തില്ല. പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും രാത്രിയും പകലും നമ്മളെ തകർക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. കാരണം എൻ്റെ ദൈവം കൂടെയുണ്ട്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും നിങ്ങൾ എന്ത് ചെയ്യണം? സന്തോഷിച്ചു കൊള്ളണം. അതുകൊണ്ടാണ് അപ്പോസ്തലനാകുന്ന പൗലോസ് കൊരിന്ത്യർ 4-ൽ പറയുന്നു, ആദ്യം വായിച്ചു തുടങ്ങിയ ആ 4-ാം അധ്യായത്തിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്. 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം 11-12 വായിക്കുമ്പോൾ, ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിടിക്കുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. എന്നിൽ മരണം വ്യാപരിക്കണം, പാപ മനുഷ്യൻ മരിക്കണം, എൻ്റെ ജഡത്തിൻ്റെ പ്രവർത്തികൾ മരിക്കണം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഞാൻ മാറണം. പൈതലെ സ്തോത്രം. എന്തിനു വേണ്ടി? തിമോഥെയോസിൻ്റെ ലേഖനത്തിലേക്ക് പോകുന്നു. തുടങ്ങിയ തിമോഥെയോസാണ്. എടുത്ത തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം സ്തോത്രം വായിച്ചേ. നമ്മൾ നേരത്തെ വായിച്ച ആ വാക്യം വായിച്ചേ. 2 തിമോഥെയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവൻ എല്ലാം അനീതി വിട്ട് അകന്നു കൊള്ളട്ടെ എന്നും ആകുന്നു അതിന്റെ മുദ്ര. അടുത്ത, എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ. ഇന്ന് പകൽക്കാലം എത്രയൊക്കെ ആഗ്രഹമുണ്ട്, അപ്പച്ച എനിക്ക് വെടിപ്പാക്കണം, എൻ്റെ അപ്പൻ്റെ പൈതലാക്കി എനിക്കിനി അങ്ങോട്ട് വേറെ ഒന്നും ചിന്തിക്കാനൊന്നും ഇല്ല. വായിച്ചെടുത്ത വരി. വിശുദ്ധവും ഉടമസ്ഥന് ഉടമസ്ഥനാകുന്ന ദൈവത്തിന് ഉപയോഗമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. കണ്ടോ, നല്ല വേലയ്ക്ക് ഒരുങ്ങുന്ന മാനപാത്രത്തിന്റെ ഗുണം കണ്ടോ. ഹല്ലേലൂയ. തന്നെത്താൻ ഒരുങ്ങിക്കൊണ്ടിരിക്കും. ഈ വാട്ടവും കറയും ചുളുക്കവും പറ്റാതെ വണ്ണം തന്നെത്താൻ അലങ്കരിച്ചുകൊണ്ടേയിരിക്കും. ആ കൃപയാൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള പാത്രങ്ങളെ ഇന്ന് നിറയ്ക്കാൻ യേശു വന്നിട്ടുണ്ട്. ആ പാത്രത്തെ ഇന്ന് ഉപയോഗിക്കും. എല്ലാ സാധനവും ആ പാത്രം കൊണ്ട് കോരാൻ പറ്റത്തില്ല. ആ പാത്രത്തിന് എല്ലായിടത്തും പോകാൻ പറ്റത്തില്ല. ആ പാത്രം നിൽക്കേണ്ടതുണ്ട്, ഇരിക്കേണ്ട സ്ഥലമുണ്ട്, നിൽക്കേണ്ട സ്ഥലമുണ്ട്, പോകേണ്ട സ്ഥലമുണ്ട്, സംസാരിക്കേണ്ട വാക്കുണ്ട്, കേൾക്കേണ്ട വാക്കുണ്ട്, ചിന്തിക്കേണ്ട വാക്കുണ്ട്, പറയേണ്ട വാക്കുണ്ട്. ഓ സ്തോത്രം. ആ പാത്രം മാനപാത്രം അത്രേ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആ മാനപാത്രം ആരൊക്കെയാണ്? മാനപാത്രങ്ങൾ. ക്രിസ്തു യേശു നിറഞ്ഞു നിൽക്കുന്ന പൈതൽ മാനപാത്രം അത്രേ. ഹല്ലേലൂയ. ജഡത്തെ തന്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ച് ആ കർത്താവിനോട് കൂടെ മരിച്ച അതേ കർത്താവെ ഞാനിതാ ഏൽപ്പിക്കുന്നു. ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുവാൻ അപ്പച്ച ഇതാ എന്നെ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ജീവനിൽ വെളിപ്പെടേണ്ടതിന് ഞാൻ മരണത്തിന് ഏൽപ്പിക്കുന്നു. ഇന്ന് ആർക്കൊക്കെ ഇപ്പോൾ ആഗ്രഹം കൊണ്ട് പറയാം, കർത്താവേ എന്നിൽ അങ്ങയുടെ ജീവൻ വെളിപ്പെടണം, അതിന് ഞാൻ മരണത്തിന് ഏൽപ്പിക്കാൻ ഒരുക്കമാണ്.